ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെയിലിയുള്ള കറന്റ് അഫയേഴ്സ് ആണ്. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പൊ രണ്ടാമത്തെ ക്ലാസ്സിൽ നമുക്ക് ഇന്നലെ പഠിച്ച പോലെ തന്നെ 10 ക്വസ്റ്റ്യൻസ് പഠിക്കാം. നിങ്ങൾ ഇന്നലത്തെ ചോദ്യങ്ങൾ കൃത്യമായി പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹരിത കേരളം മിഷനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് തരിശു ഭൂമി കാർഷിക സമ്പന്നമാക്കുന്നതിനായി വിവിധ ക്ഷേത്രങ്ങളിൽ ആരംഭിച്ച പദ്ധതി ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ, ദേവഹരിതം. ദേവഹരിതം പദ്ധതിയാണ് ആരംഭിച്ച പദ്ധതി എന്ന് പറയുന്നത്. ഹരിത കേരള മിഷനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്നിട്ടാണ്. ശ്രദ്ധിക്കണം, ഹരിത കേരള മിഷനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പാടെ ചേർന്ന് നിർമ്മിച്ച പദ്ധതിയാണ് ദേവഹരിതം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി സമഗ്ര ശിക്ഷ കേരള ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, മഴവിൽ പൂവ്. മഴവിൽ പൂവാണ് ആൻസർ. ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി സമഗ്ര ശിക്ഷ കേരള ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസ് ഏതാണെന്ന് ചോദിച്ച ആൻസർ ഓപ്ഷൻ സി, മഴവിൽ പൂവാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം: 2019 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? ആൻസർ ഓപ്ഷൻ സി, ഡേവിഡ് ആറ്റൻബറോ. ഡേവിഡ് ആറ്റൻബറോയ്ക്കാണ് 2019 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത്. ഇനി നാലാമത്തെ ചോദ്യം: ലോക അദാലത്ത് നടപ്പിലാക്കിയ ഹൈക്കോടതി ഏതാണ്? ഈ ലോക അദാലത്ത് നടപ്പിലാക്കിയ ആദ്യ ഹൈക്കോടതി ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി, ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡ് ഹൈക്കോടതിയാണ് ആദ്യമായി ഈ ലോക അദാലത്ത് നടപ്പിലാക്കിയ ഹൈക്കോടതി എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായി സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് ഓൺലൈനായി നടത്തിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, കേരളമാണ്. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് ഓൺലൈനായി നടത്തിയ സംസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ ചോദ്യം: 2020 നാട്ടുമാവ് പൈതൃക പ്രദേശമായി പ്രഖ്യാപിച്ച കേരളത്തിലെ പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കണ്ണപുരമാണ്. ഓപ്ഷൻ എ, കണ്ണപുരമാണ്. ഇനി ഏഴാമത്തെ ചോദ്യം: ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ സൗരോർജ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, ഏഴിമല. ഏഴിമലയിലാണ് ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ സൗരോർജ പ്ലാന്റ് നിലവിൽ വന്നത്. ഇനി എട്ടാമത്തെ ചോദ്യം: CS ശേഷാദ്രി ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ആൻസർ ഓപ്ഷൻ ബി, ഗണിതശാസ്ത്രജ്ഞൻ. ഗണിതശാസ്ത്രജ്ഞനാണ് CS ശേഷാദ്രി എന്ന് പറയുന്ന വ്യക്തി. ഇനി അടുത്തത് ഒമ്പതാമത്തെ ചോദ്യമാണ്: അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ നിരക്ക് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 291 രൂപയാണ്. 291 രൂപയാണ് പുതുക്കിയ നിരക്ക് എന്ന് പറയുന്നത്. ഇനി പത്താമത്തെ ചോദ്യം: ഹരിത കേരള മിഷന്റെ ഭാഗമായി ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ ശേഖരിച്ച് പുനഃചക്രമണത്തിനായി നൽകുന്ന പദ്ധതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി, പെൻ ബൂത്ത്. പെൻ ബൂത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 10 ക്വസ്റ്റ്യനും തീർന്നിരിക്കുന്നു. 10 വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കുകയും ചെയ്യുക. 1-2 വട്ടം റിവൈൻഡ് ചെയ്യുകയോ അറിയാത്ത ചോദ്യങ്ങൾ എഴുതി വെക്കുകയോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.